ഹലോ മൈ ഹെൽത്തി ചാമ്പ്യൻസ്, ഹാപ്പി ഓണം ടു എവ്രി വൺ. ഓണം അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും രുചികരമായ ഭക്ഷണത്തിൻ്റെയും ആഘോഷം കൂടിയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി വോയിസ് ഓവർ ചെയ്യാന്നുള്ളത്. ഞാൻ സദ്യ വിളമ്പുന്നതിൻ്റെ കാണിക്കാം. നമ്മൾ സദ്യ തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അടുക്കള മുഴുവൻ തേങ്ങയുടെ മണവും പുതിയതായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാലകളുടെ സുഗന്ധവും ഒക്കെ ആയി നിറഞ്ഞ് ഓരോ വിഭവത്തിൻ്റെയും അതിൻ്റേതായിട്ടുള്ള രുചിയും കഥയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോന്നിനും ഓരോ സ്ഥാനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇടയിൽ. പക്ഷേ എനിക്കങ്ങനെ സ്ഥാനമൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്കറിയുന്നത് പോലെ ഞാൻ സെർവ് ചെയ്യണം ഇലയിൽ. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണവർ ക്ഷമിക്കണം. നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റിലൂടെ തിരുത്തി തരാവുന്നതാണ്. നമ്മുടെ തേങ്ങ ചേർത്ത് അവിയൽ മുതൽ കൂട്ടുകറി വരെ ഓരോ വിഭവത്തിനും കേരളത്തിൻ്റെ പാരമ്പര്യം നിറച്ചവയാണ്. അപ്പം നമ്മുടെ ഓണം മഹാബലിയുടെ സുവർണകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉത്സവം കൂടിയാണ്. ഈ ഓണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷവും സമാധാനവും ഐക്യം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഓണം സദ്യയാണ്. അപ്പം എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ തട്ടിക്കൂട്ടുണ്ടാക്കിയ ഒരു സദ്യ കൂടിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ പായസം പാലട പായസവും ഗോതമ്പ് പായസമായിരുന്നു. അപ്പം പായസം കൂടി നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ഓണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓണം കൂടി ആവട്ടെ. ചോറ് കുറച്ച് കഴിച്ച് ഉപ്പേരികളൊക്കെ നിറയെ കഴിച്ച് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓണാവട്ടെ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യണേ. അപ്പം ഇതാണ് എൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഓണത്തിന് സദ്യ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുമ്പം അതൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. ശരിക്കും നല്ലൊരു ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു കറിയൊക്കെ ഉണ്ടാക്കാറാണ്, പക്ഷേ ഈ ഒരു ഓണത്തിന് തന്നെ നല്ല സന്തോഷവും എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സദ്യ ഉണ്ടാക്കുന്നത്. അപ്പം അത് നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. നല്ല കമൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഓണം വ്ളോഗ് എന്ന് പറയുന്നത്. ഞാൻ സദ്യ കഴിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പിയും സമൃദ്ധിയുള്ള ഒരു ഓണം കൂടി ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.